എല്ലാവർക്കും കാണാമോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നാഷണൽ സിംബിൾസിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ സെഷൻ നാഷണൽ സിംബിൾസ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി സ്ട്രാറ്റജിക്കയുടെ ഭാഗമായി നമ്മൾ പല സ്റ്റേറ്റുകളുടെയും സിംബിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ അബൌട്ട് ദ നാഷണൽ സിംബിൾസ്. നമുക്കറിയാം കുറേ നാഷണൽ സിംബിൾസിനെ കുറിച്ച് നമുക്കറിയാം. നാഷണൽ എംബ്ലത്തെ കുറിച്ച് നമുക്കറിയാം. നാഷണൽ ആനിമൽ, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ, ദ നാഷണൽ ഫ്ലവർ, അങ്ങനെ ഒത്തിരി നാഷണൽ സിംബിൾസ് നിലവിൽ ഇന്ത്യയിലുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ആ നാഷണൽ സിംബിൾസ്, അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം അതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിക്കാം. ദെൻ സയൻറ്റിഫിക് നെയിംസ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാഷണൽ സിംബിൾസ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് നാഷണൽ സിംബിൾസ്, ദ നാഷണൽ ഫ്ലാഗ്, national flower, national fruit, then vegetable, then aquatic animal, national game, then national anthem, national song, the national tree, bird, animal, heritage animal, national river, oath of allegiance, then national calendar, national currency, national emblem. ഇങ്ങനെ നിലവിൽ 17 നാഷണൽ സിംബിൾസ് ആണ് നിലവിലുള്ളത്. നിലവിൽ 17 national symbols ആണ്. There are 17 national symbols of India, namely mango. Mango national fruit ആണ്. National fruit ആണ് mango. Then Ganga River, Royal Bengal tiger, Indian banyan tree, Tiranga. Tiranga Valley means national flag. Janaganamana, then Shaga calendar, Vande Mataram, national emblem of India, gangs, river dolphin, Indian peacock, Indian rupee, king cobra, Indian elephant, lotus, pumpkin and national pledge. അപ്പോൾ ഇത്രയും നാഷണൽ സിംബിൾസിനെ കുറിച്ച് ഇന്നത്തെ ഡിസ്കഷൻ റിലേറ്റീവ്ലി നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പ്രധാനമായിട്ടും പല എക്സാമുകളിലും GKയുടെ ഭാഗമായി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ വളരെ അറ്റൻറ്റീവായി നിങ്ങൾ ഇരിക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, നാഷണൽ ഫ്ലാഗ്. നിങ്ങൾ പറ, നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ട്രൈ കളർ നാഷണൽ ഫ്ലാഗ് ആണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് കളേഴ്സ്? നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഏതൊക്കെ കളേഴ്സ്? Saffron, white, green. Saffron, white, green. Yeah, saffron, white, green. അപ്പോൾ ട്രൈ കളേഴ്സ് ആണ്, 3 കളേഴ്സ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ? ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 ഈ നാഷണൽ ഫ്ലാഗിനെ എങ്ങനെയെല്ലാം മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കോഡാണ്. അതായത് കളക്ഷൻ ഓഫ് ലോസ് ഫ്ലാഗിനെ കുറിച്ചുള്ള കളക്ഷൻ ഓഫ് ലോസ് ആണ് ഏതെന്ന് പറയുന്നത് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പകരം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇനി ഈ നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയെക്കുറിച്ച് അറിയോ നിങ്ങൾക്ക്? പിംഗലി വെങ്കയ്യ. യെസ്, പിംഗലി വെങ്കയ്യാണ് ഈ നാഷണൽ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ നാഷണൽ ഫ്ലാഗ് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ഹോസ്റ്റ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് അറിയോ? മാഡം പിക്കാജിക്കാമ. ഓക്കെ, അപ്പോൾ കുറേ ഫാക്ട്സ് നിങ്ങൾക്കറിയാം. നമുക്ക് ഓരോ ഫാക്ട്സുകളായി ജസ്റ്റ് ഒന്ന് സ്ട്രക്ചേർഡായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റിംഗ് ഓഫ് 3 colors, saffron at the top, white in the middle and green at the bottom. It also features the Ashok Chakra in navy blue with
24 സ്പോക്സ്, 24 ആരുകൾ അടങ്ങിയിട്ടുള്ള ഒരു അശോക ചക്രം കൂടി ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The saffron stripes signifies the sacrifice and courage. ഈ ഒരു ഓരോ കളേഴ്സും വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ്, ഫീച്ചേഴ്സിനെ കുറിച്ചാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The saffron stripes signifies the sacrifice and courage. Sacrifice and courage represent the saffron color. The white represents purity and peace. White color represents the purity and peace, and the green symbolize the faith and chivalry. Faith and chivalry. അപ്പോൾ നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് വ്യത്യസ്ത സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന 17 നാഷണൽ സിംബൽസിനെ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ദെൻ ഓരോ നാഷണൽ സിംബൽസിനെ ഡീറ്റെയിൽഡ് ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നാഷണൽ ഫ്ലാഗ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ നാഷണൽ എംബ്ലം. നാഷണൽ എംബ്ലം. അപ്പോൾ നാഷണൽ എംബ്ലത്തിൽ ഏതെല്ലാം ആനിമൽസ് ആണ് ഇന്ത്യയുടെ നാഷണൽ എംബ്ലത്തിലുള്ളതെന്നറിയോ? ലയൺ, ലയൺ, ലയൺ മാത്രമേ ഉള്ളൂ? വേറെ ഏതെങ്കിലും ആനിമൽസ് ഉള്ളതായിട്ട് നിങ്ങൾക്കറിയോ? ഓക്കെ, നമുക്ക് ഓരോ കുറച്ച് കൂടുതൽ ആനിമൽസും കൂടി ഈ നാഷണൽ എംബ്ലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഹോഴ്സ് ഉണ്ട്, ബുള്ളുണ്ട്, ഇനി മറ്റ് ആനിമൽസും കൂടി ഉണ്ട്. എലഫന്റ് പോലെയുള്ള ആനിമൽസ് ഉണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഈ നാഷണൽ എംബ്ലം അശോക ചക്രവർത്തിയുടെ ദ ലയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്, ദ ക്യാപിറ്റൽ ഓഫ് അശോക ഇൻ സാരനാഥ്. ആ ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു നാഷണൽ എംബ്ലം കടമെടുത്തിരിക്കുന്നത്. ഈ സാരനാഥിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആൻഷ്യൻ ഇന്ത്യയുടെ ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് സാരനാഥ്. അപ്പോൾ ഈ സാരനാഥിൽ അശോക ചക്രവർത്തിയുടെ ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. പില്ലർ ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾ കേട്ടാണോ? പില്ലർ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ സാധാരണ നിലവിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ദെൻ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആണെങ്കിലും നമ്മൾ എന്തിറക്കാറുണ്ട്? ഗസറ്റുകൾ ഇറക്കാറുണ്ട്. ഗസറ്റുകൾ. ഈ ഗസറ്റ് എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ ഗസറ്റ്? എന്താണ് ഈ ഗസറ്റ്? നമ്മൾ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഗസറ്റഡ് ഓഫീസേഴ്സ്. IAS ഈസ് വൺ ഓഫ് ദി സർവീസ് ഇൻ ആസ് എ ഗസറ്റഡ് ഓഫീസർ. അതായത് ഇന്ത്യൻ ഗസറ്റ് എന്നുള്ള ഒരു പത്രം നിങ്ങൾ കേട്ട് കാണും. എന്താണ് ഈ ഗസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ? ഓക്കെ, ഗസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് അവർ പുറത്തിറക്കുന്ന പല നിയമങ്ങൾ, ആ നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ത്രൂ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റിലൂടെയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആണെങ്കിലും അവരിറക്കുന്ന ഈ നിയമങ്ങൾ പബ്ലിക്കലി അവൈലബിൾ ആവുന്ന രീതിയിൽ, അവർ കാണുന്ന രീതിയിൽ പുറത്തിറക്കുന്ന, പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുക എന്ന് പറയുന്നത്. ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുക. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം എക്സ്ട്രാ ഓർഡിനറി ഗസറ്റുകളാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും, എന്താണ് ഈ ഓർഡിനറി ഗസറ്റുകൾ? ഓർഡിനറി ഗസറ്റ് ഇപ്പോൾ നമ്മുടെ ഓരോ പേരുകൾ, ഇനി ഭാവിയിൽ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം.
വ്യത്യസ്ത പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ കേരള ഗസറ്റിൽ പ്രഖ്യാപിക്കും. അതായത് ഇന്ന വ്യക്തിയുടെ പേര് ഇന്നതായിരുന്നു, ഇന്ന ഡേറ്റ് മുതൽ അദ്ദേഹത്തിന്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. ഇത് ഓർഡിനറി ഗസറ്റിലൂടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതും മറ്റു പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോ മറ്റ് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാതായിക്കോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിന് കുറെ സ്വത്ത് വകകളുണ്ട്. അപ്പോൾ അത്തരം സ്വത്ത് വകകൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയി മരണപ്പെട്ട വ്യക്തിക്ക് അവരുടെ ഇൻഹെറിറ്റൻസ് കിട്ടുന്ന, അതായത് മക്കളും ഭാര്യയും ഉൾപ്പെടുന്ന ആ കുടുംബം, ആരൊക്കെയാണ് ആ കുടുംബത്തിൽ പെടുന്ന വ്യക്തികൾ, അതായത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തും ദെൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഷനും ആ ബാക്കിയുള്ള ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് ആ ഒരു ഈ ഇൻഹെറിറ്റൻസ് ലഭിക്കുക, ഓഹരികൾ ലഭിക്കുക എന്നതിന്റെ ഒരു ഫാമിലി രജിസ്റ്റർ എന്ന രീതിയിൽ ഓർഡിനറി ഗസ്റ്റിൽ വിജ്ഞാപനം ചെയ്യാറുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഓർഡിനറി ഗസ്റ്റുകൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാറുണ്ട്, മിക്ക സമയങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെന്റുകളും ദെൻ പാർലമെന്റും പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഗവൺമെന്റുകളുടെ നിയമങ്ങൾ എന്തായിട്ടാണ് പുറത്തിറക്കാറ്? എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ്. മനസ്സിലായോ? എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ്. അപ്പൊ നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത് ഗസറ്റിൽ നിന്നാണ്. ഈ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് വേറെ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഗവൺമെന്റ് പൊസിഷൻസ്, ഓഫീസുകളെയാണ്, അത്തരം ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പോ മുൻപ് കാലത്ത്, ഇപ്പോൾ ആൻഷ്യന്റ് ഇന്ത്യ ആണെങ്കിലും മിഡീവൽ ഇന്ത്യ ഒക്കെ ആണെങ്കിൽ പോലും ഈ ഗസറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യത്യസ്ത മാർഗങ്ങളിലൂടെയായിരുന്നു. അതിലൊരു മാർഗമായിരുന്നു പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. അതായത് പൊതുജനങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ ഇത്തരം രാജാക്കന്മാരുടെ ഇത്തരം ഓർഡറുകൾ വിളംബരം ചെയ്യുന്ന രീതിയായിരുന്നു പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. അശോകന്റെയും മറ്റു രാജാക്കന്മാരുടെയൊക്കെ പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾ NCERT ബുക്കിൽ വായിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടോ? പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിജയനഗര രാജാക്കന്മാരുടെയും പല രാജാക്കന്മാരും മുമ്പ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന രീതിയായിരുന്നു ഈ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. അപ്പൊ സാരനാഥിലെ ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എന്ന് പറയുന്ന ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് നമ്മൾ ഏത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ദ നാഷണൽ emblem is the lion capital of Ashoka at Saranath, adopted on January 26, 1950. എന്താണ് ആ ഡേറ്റിന്റെ പ്രത്യേകത? റിപ്പബ്ലിക് ഡേ. ഈ ഒരു ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. പക്ഷെ അടുത്തൊരു ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഡേറ്റും കൂടിയാണിത്. ഞാൻ ഡേറ്റ് പറഞ്ഞുതരാം. അതായത് നാഷണൽ സോങ് ആൻഡ് നാഷണൽ ആന്തം അഡോപ്റ്റഡ് by the Constituent Assembly on 24th January 1950. But the national emblem of India adopted on 26th January 1950. അതായത് ദേശീയ ഗാനവും ദേശീയ ഗീതവും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതായിരുന്നു? 24 ജാനുവരി 1950.
ബട്ട് നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതായിരുന്നു? 26 ജാനുവരി 26. ജാനുവരി 1950. ആ ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾ ഒരു വ്യക്തത കിട്ടിയോ? ഈ ഡേറ്റുകളെ കുറിച്ച് ഒരു വ്യക്തത കിട്ടിയോ? അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് അന്ന് ആ ഒരു ഡേയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ സിമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? നാഷണൽ എംബ്ലം. അതിന് 2 ദിവസം മുമ്പ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള നാഷണൽ സിമ്പിൾ ആണ്, നാഷണൽ സിമ്പിൾ പെട്ട 2 കാര്യങ്ങളാണ് നാഷണൽ ആന്തവും നാഷണൽ ഗീതവും. നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും. ക്ലാരിറ്റി ഒന്നല്ലേ? ഓക്കെ. അപ്പോൾ നാഷണൽ എംബ്ലത്തില് ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ബിയേഴ്സ് ദ മോട്ടോ സത്യമേവ ജയതേ. It bears the motto Satyameva Jayate in Devanagari script, which translates to Truth Alone Triumph. Truth Alone Triumph. അപ്പോൾ നാഷണൽ എംബ്ലം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലം നമ്മൾ പറഞ്ഞു. എവിടുന്നായിരുന്നു? ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ നാഷണൽ എംബ്ലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞത് സത്യമേവ് ജയതേ. സത്യമേവ് ജയതേ. സത്യം എന്നും വിജയിക്കട്ടെ അല്ലെ? ട്രൂത്ത് അലോൺ ട്രയംഫ്. ഇനി ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് സിവിൽ സർവീസിന്റെ തന്നെ മെയിൻ ക്വസ്റ്റ്യനിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ സത്യമേവ് ജയതേ എന്ന മോട്ടോ എവിടെ നിന്നാണ് കടമെടുത്തത്? ആർക്കെങ്കിലും അറിയോ? No, sir. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് ഈ വാക്ക് കടമെടുത്തിട്ടുള്ളത്. മുണ്ടക ഉപനിഷത്ത്. നമ്മൾ ഡീറ്റെയിൽ ആയി നാഷണൽ എംബ്ലത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അതായത് പുരാണാസ്, ഉപനിഷത്തുകൾ, വേദാസ് ഇങ്ങനെയൊക്കെ കേട്ട് കാണും അല്ലേ? അതായത് പ്രധാനമായിട്ടും ഈ ഹിന്ദു കമ്മ്യൂണിറ്റീസിന്റെ ഹോളി സ്ക്രിപ്റ്റുകളാണ്. അപ്പൊ അതിൽപ്പെട്ട ഉപനിഷത്തിൽ നിന്ന്, മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് ഈ സത്യമേവ് ജയതേ കടമെടുത്തിട്ടുള്ളത്. സത്യമേവ് ജയതേ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. അത് വ്യക്തമായി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. സത്യമേവ് ജയതേ ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് which translate to truth alone triumph. Next one, national currency. Indian rupee. ഇന്ത്യൻ റുപ്പിയുടെ ഇപ്പോഴത്തെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇന്ത്യൻ റുപ്പിയുടെ സിമ്പിൾ എല്ലാവരും കണ്ടു കാണും. അടുത്ത സ്ലൈഡുകളിൽ നമുക്കത് കാണിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് വൺ, നാഷണൽ കലണ്ടർ. ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ എന്ന് പറയുന്നത് ശാഖ കലണ്ടറാണ്. ശാഖ റൂളറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശാഖ റൂളർ. No, sir. ആൻഷ്യന്റ് ടൈമില് നോർത്ത് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു റൂളർ ആയിരുന്നു ശാഖ റൂളർ. ആ റൂളർക്ക് ശേഷം കുഷാൻസ് എന്ന് പറഞ്ഞ റൂളർ വന്നു. അവരാണ് ഈ ശാഖ കലണ്ടർ എന്ത് ചെയ്ത് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ അവര് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ കലണ്ടറാണ് നമ്മൾ ഏതായി കണക്കാക്കിയിട്ടുള്ളത്? നാഷണൽ കലണ്ടറായി, ശാഖ കലണ്ടറായി, ഇന്ത്യയുടെ നാഷണൽ കലണ്ടറായി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. The national calendar is also known as the Shalivahana Shaka calendar. It's used alongside the Gregorian calendar for official purpose in India. അപ്പോൾ ഇന്ത്യയിൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറിന്റെ കൂടെ തന്നെ നാഷണൽ കലണ്ടർ ആയിട്ടുള്ള ഈ ശാഖ കലണ്ടറും ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗസറ്റ് പോലെയുള്ള ഗവൺമെന്റ് ഡോക്യുമെന്റ്സിൽ ഒരുപോലെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടറും ശാഖ കലണ്ടറിലെ ഡേറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നിലവിലുള്ള നാഷണൽ കലണ്ടർ ഏതാണ്? ശാഖ കലണ്ടർ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ശാഖ കലണ്ടർ ഏത് മാസം, ഈ ശാഖ കലണ്ടറിൽ
ആരംഭിക്കുന്ന ഫസ്റ്റ് മന്ത്, ആ മന്തിന്റെ പേരെന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡീൽ ചെയ്യാം. ആദ്യത്തെയും അവസാനത്തെയും മാസങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും ഈ ഗ്രിഗോറിയൻ കലണ്ടറിലും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഓത്ത് ഓഫ് അലിഗൻസ്. ഓത്ത് ഓഫ് അലിഗൻസ്, നാഷണൽ പ്ലഡ്ജ്, ഇന്ത്യന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോഴാണ് ഏതൊരു മൂവിയിൽ, അതായത് അല്ലേ, നിങ്ങൾ കണ്ടു കാണും. ജസ്റ്റ് മിക്ക സമയത്തും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസിൽ വരാറുണ്ട്. അല്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാന്ന് പറയുമ്പോൾ പലരും പലരുടെയും പേര് പറയുന്നു അവരൊഴിച്ച്. അല്ലേ, നിങ്ങൾ കേട്ട് കാണും. ഓക്കെ, അപ്പോൾ ദ ഓത്ത് ഓഫ് അലിഗൻസ് നാഷണൽ പ്ലഡ്ജ്. The national pledge is recited by Indians at various public events in schools and during Independence Day and Republic Day celebration. അപ്പൊ ഈ ഒരു കാര്യം ഇൻകോർപ്പറേറ്റ് ചെയ്തത് എവിടെ നിന്നാണ്, ആരാണ് ഇത് എഴുതിയത് എന്നൊക്കെ അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നാഷണൽ റിവർ. നാഷണൽ റിവർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ റിവർ ആണ് ഏതെന്ന് പറയുന്നത്, ഗംഗ. ഇനി നിങ്ങൾ പറയൂ, നാഷണൽ ലാംഗ്വേജ്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണ്? Hindi. ചോദ്യം, നാഷണൽ ലാംഗ്വേജ്. നോട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, പലരും പറഞ്ഞു ഹിന്ദി. ആക്ച്വലി ഇന്ത്യ ഹാസ് നോ നാഷണൽ ലാംഗ്വേജ്. ഇന്ത്യക്ക് നിലവിൽ നാഷണൽ ലാംഗ്വേജ് ഇല്ല. പകരം ഒഫീഷ്യൽ ലാംഗ്വേജേ ഉള്ളൂ. ഹിന്ദി ഈസ് എൻ ഒഫീഷ്യൽ ലാംഗ്വേജ് അലോങ് സൈഡ് ഇംഗ്ലീഷ്. ഹിന്ദിയും ഇംഗ്ലീഷും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ നാഷണൽ ലാംഗ്വേജ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലൊക്കെ പല സമയങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സും ദെൻ ഹോം മിനിസ്റ്റർ, നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷായുമായിട്ടും കുറച്ച് ഡിസ്പ്യൂട്ടുകൾ ഈ നാഷണൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ചില കറണ്ട് അഫയേഴ്സ് ടെക്സ്റ്റിൽ വായിച്ചു കാണും. ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല. വാട്ട് അബൌട്ട് നാഷണൽ റിലിജിയൻ? Secularism. യെസ്, നിലവിൽ ഇന്ത്യയിൽ നാഷണൽ റിലിജിയനും ഇല്ല. ഇന്ത്യ ഫോളോയിങ് എ സെക്യുലർ ഫാബ്രിക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹാസ് നോ നാഷണൽ റിലിജിയൻ. ആ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ. നാഷണൽ ലാംഗ്വേജ് ഇല്ല, നാഷണൽ റിലിജിയൻ ഇല്ല. ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയൊക്കെ നാഷണൽ റിലിജിയൻ, അവർക്ക് നാഷണൽ സിംബൽസിൽ പെടുന്ന നാഷണൽ റിലിജിയൻ കാണാൻ പറ്റും. അവിടെ ഫോളോ ചെയ്യുന്ന നാഷണൽ റിലിജിയൻ ഇസ്ലാം. പക്ഷെ ഇന്ത്യക്ക് എന്തില്ല, നാഷണൽ റിലിജിയൻ ഇല്ല. ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് സെക്യുലർ ഫാബ്രിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, നാഷണൽ ആനിമൽ അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, പൈതൃക മൃഗം. നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആണ് ഇന്ത്യൻ എലഫന്റ്. നമ്മുടെ പല ക്വസ്റ്റ്യൻസിലും ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ്. നാഷണൽ ആനിമൽ നമുക്കറിയാം കടുവയാണെന്ന്. പക്ഷേ ദേശീയ പൈതൃക മൃഗം, നാഷണൽ ഹെറിറ്റേജ് ആനിമൽ, ഇന്ത്യൻ എലഫന്റ്. നാഷണൽ ആനിമൽ റോയൽ ബംഗാൾ ടൈഗർ. ലയനിലെ ഫിലിം കണ്ടിട്ടുണ്ടോ? ലയൻ എന്ന് പറഞ്ഞൊരു ഫിലിമില്, ഒരു ഫിലിമില് ഈ എലക്ഷന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ അല്ലെ ഒരു കോമഡി നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ദേശീയ മൃഗമായിട്ട്, അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരാൾ പറയുന്നുണ്ട് ദേശീയ മൃഗം ഈ കടുവയാണ്, പകരം ആരല്ല, സിംഹമല്ല. അപ്പം അവര് തിരിച്ച് വീണ്ടും ഒരു കോമഡി ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്, ദേശീയ മൃഗമായിട്ടുള്ള കടുവയുടെ സ്വന്തം ചേട്ടനായിട്ടുള്ള സിംഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നിങ്ങൾ കേട്ട് കാണും വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ നാഷണൽ ആനിമൽ ആരാണ്? റോയൽ ബംഗാൾ ടൈഗർ ആണ്. 1973 റോയൽ ബംഗാൾ ടൈഗറിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കണക്കാക്കിയത്. അതിനു മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം വേറെ ആരും ആയിരുന്നില്ല, സിംഹമായിരുന്നു. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, അപ്പോൾ നാഷണൽ ഹെറിറ്റേജ് ആനിമൽ എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, യെസ്. No, sir. നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആണ് ഇന്ത്യൻ എലഫന്റ്. The Indian elephant is designated as the national heritage animal. It's an endangered subspecies of Asian elephant. അപ്പോൾ ഈ എലഫന്റ് സ്പീഷീസിൽ തന്നെ ആഫ്രിക്കൻ എലഫന്റ്സ് ഉണ്ട്, ഏഷ്യൻ എലഫന്റ്സ്. അതിൽ ഏഷ്യൻ എലഫന്റ് ആണ് ഇന്ത്യയുടെ നാഷണൽ heritage animal. Next one, national animal, Royal Bengal tiger. The Royal Bengal tiger was declared national animal in April 1973. It's endangered due to habitat loss and poaching. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നാഷണൽ ബേർഡ്. നാഷണൽ ബേർഡ്, Indian peacock. The Indian peacock, a native bird, represented the unity of colors and cultures of India. Declared national bird on February 1st, 1963. നമുക്ക് അതിന്റെ സയന്റിഫിക് പേരൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നാഷണൽ ട്രീ, ഇന്ത്യൻ ബനിയൻ ട്രീ ആണ് ഇന്ത്യയുടെ നാഷണൽ ട്രീ. ആൽമരം അല്ലേ, ആൽമരം. ദ ഇന്ത്യൻ ബനിയൻ, സയന്റിഫിക്കലി നോൺ ആസ് ഫിക്കസ് ബംഗാളൻസിസ്, Bengalensis symbolize that longevity and immortality due to its unique characteristics. Next one, national song, Vande Mataram. The national song composed by Bankim Chandra Chatterjee or Bankim Chandra Upadhyay was adopted on January 24th, 1950 by Constituent Assembly of India. National anthem, നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്? ജനഗണമന. The national anthem, originally composed by Rabindranath Tagore, was adopted as national anthem on 24th January 1950. ആ ഡേറ്റുകളെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു കേട്ടോ, അതിന്റെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു. നാഷണൽ അക്വാട്ടിക് ആനിമൽ ഗാംഗസ് റിവർ ഡോൾഫിൻ ആണ്. ദ ഗാംഗസ് റിവർ ഡോൾഫിൻ ഈസ് എൻ എൻഡേഞ്ചർഡ് ഫ്രഷ് വാട്ടർ സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യൻ സബ്കോണ്ടിനെന്റ്. അപ്പൊ ഗംഗ റിവറിൽ കാണുന്ന ഡോൾഫിൻ ആണ് ഏതായി നമ്മൾ കണക്കാക്കുന്നത്? നാഷണൽ അക്വാട്ടിക് ആനിമലായി കണക്കാക്കുന്നത്. നാഷണൽ വെജിറ്റബിൾ നമുക്ക് ഏതായിരുന്നു? പംകിൻ, മത്തങ്ങ. Pumpkin, a versatile winter squash, is the national vegetable. The national fruit, mango. Mango, scientifically known as Mangifera indica, is considered the king of fruit and represented India as national fruit. National flower, lotus. The lotus, scientifically known as Nelumbo nucifera, hold a unique place in Indian art and mythology and symbolize Indian culture and heritage. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ലിസ്റ്റ്, ടോട്ടൽ നാഷണൽ സിംബൽസിന്റെ ലിസ്റ്റ്. നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശ ധാരണ നിങ്ങൾ ഈ നാഷണൽ സിംബൽസിനെ കുറിച്ച് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് വിത്ത് നാഷണൽ ഫ്ലാഗ്, തിരങ്ക. The Indian flag is called Tiranga. Tiranga means ഹിന്ദി വാക്കാണ് അല്ലേ തിരങ്ക. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? It's very simple actually. Tricolor. ഹലോ, ഓഡിബിൾ ആവണല്ലോ അല്ലേ? ആരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹലോ, ആ ഓക്കെ. നെറ്റിന് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ അല്ലേ? ഓഡിയോ എല്ലാം ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാണ് സർ. ഓ, നേരത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്.
ഓക്കെ ഓക്കെ. അപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ആക്ച്വലി ഞാൻ ആ, നമ്മുടെ സ്ക്രീൻ മാത്രമാണ് കാണുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരത്തെ പറയാം, അല്ലെങ്കിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോകും, പക്ഷേ മിസ്സാവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നാഷണൽ ഫ്ലാഗ്, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഈസ് കോൾഡ് Okay. തിരങ്ക, ട്രൈ കളർ. ഹിന്ദിയിൽ ട്രൈ കളർ എന്ന് പറയുന്ന പേരാണ് തിരങ്ക. രംഗ എന്ന് പറയുമ്പോൾ കളേഴ്സ്, തിരങ്ക. The Constituent Assembly approved the flag on July 22nd, 1947. ജൂലൈ 22nd, 1947. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നറിയോ? ആരായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? പല സ്ഥലങ്ങളിലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ പറയാറുണ്ട്. എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? To make a constitution for India. ടു മേക്ക് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അതായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെ. ആ ഡേറ്റ് ഏതൊക്കെയായിരുന്നു? 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കിംഗ് ബോഡിയായും ഇന്ത്യയുടെ പാർലമെന്റായും, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായും കൂടെ തന്നെ ഇന്ത്യയുടെ പാർലമെന്റായും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതിനുശേഷം ഇന്ത്യയിൽ ജനറൽ ഇലക്ഷൻ നടക്കുന്നത് വരെ ഒരു ഷോർട്ട് സ്പാനിൽ 1950 മുതൽ 52 വരെ വീണ്ടും പാർലമെന്റായി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ദെൻ നാഷണൽ ഫ്ലാഗിലേക്ക് തിരിച്ചു വരാം. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശുകാരായിട്ടുള്ള പിംഗലി വെങ്കയ്യ ആയിരുന്നു ഈ ഒരു ഫ്ലാഗ് എന്ത് ചെയ്തത്, ഡിസൈൻ ചെയ്ത വ്യക്തി. നമ്മൾ വ്യത്യസ്ത കളേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ സാഫ്രോൺ കളർ, വൈറ്റ് കളർ, ദെൻ ഗ്രീൻ കളർ. സാഫ്രോൺ കളർ represents the symbol of the country's power and bravery. Power and bravery. The peace and honesty are represented by Dharmachakra's white scented band. Then, as a symbol of abundance and growth, the green has long been associated with a place. അപ്പോൾ നമ്മൾ സാഫ്രോൺ കളർ, ഗ്രീൻ കളർ, വൈറ്റ് കളർ ഡിസ്കസ് ചെയ്തു. Saranath, lion capital of Ashoka, Abacus appears to have inspired its design. It is a distinctive wheel. It's almost same diameter as the white band and 24 spokes. നിലവിൽ 24 സ്പോക്സുകളാണ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിൽ ഉള്ളത്. അതിലൊരു കോമഡി നമുക്ക് പറയാം. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന അശോക ചക്രത്തിൽ 32 സ്പോക്കുകൾ ഉണ്ടായിരുന്നു. 32 സ്പോക്കുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഈ അശോക ചക്രത്തിൽ. പക്ഷേ ജവഹർലാൽ നെഹ്റു അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ 24 സ്പോക്കുള്ള നാഷണൽ ഈ അശോക ചക്രം, 24 സ്പോക്കുള്ള അശോക ചക്രം അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പാസ്സാക്കിയെടുത്തു. പിന്നീടാണ് അങ്ങനെ ഒരു അമളി പറ്റിയ വിവരം അവരറിയുന്നത്. പക്ഷേ ഓൾറെഡി പാസ്സായി കഴിഞ്ഞിരുന്നു. അപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നു, 24 സ്പോക്കുള്ള അതിനെ വീണ്ടും അംഗീകരിക്കണ്ടായി. ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സംഭവിച്ച ചെറിയൊരു ഇൻസിഡന്റ് ആയിരുന്നു അത്. നിലവിൽ ഇന്ത്യയുടെ അശോക ചക്രത്തിൽ എത്ര സ്പോക്ക് ഉണ്ട്? 24.
കേട്ടോ. പക്ഷെ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് 32 ആയിരുന്നു. 32 ഓൺ ജൂലൈ 22 Sorry, 24 എന്ന് represent ചെയ്യുന്നു. കേട്ടില്ല. Sorry, 24 എന്തെങ്കിലും represent ചെയ്യുന്നുണ്ടോ? 24 ഹവേഴ്സിനെ Okay, sir. 24 മണിക്കൂർ. Okay, sir. മറ്റേ സാർ അപ്പൊ 32 32 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇൻസിഡന്റ് വായിച്ചപ്പോൾ മനസ്സിലായതാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് ഒറിജിനൽ ആയിട്ടുള്ള അതിൽ നിന്ന് 32 ആയിരുന്നോ? അതെ അതെ അതെ. അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് 32 സ്പോക്കുള്ള ഒരു വീലായിരുന്നു. പക്ഷെ നെഹ്റുവിന് പറ്റിയ ചെറിയൊരു ഒരു അബദ്ധം. ഇങ്ങനെ പല രീതിയിലുള്ള ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അത് വേണോ ഇത് വേണോ മറ്റത് മതിയോ എന്നുള്ള ഡിസ്കഷൻ, പല രീതിയിൽ ഡിസ്കഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 24 സ്പോക്കുള്ളതും 32 സ്പോക്കുള്ള ചക്രങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വന്ന് കാണും. പക്ഷേ ഏറ്റവും അവസാനം ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയ സമയത്ത് അന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന ചിലപ്പോൾ 24 സ്പോക്കുള്ള ചക്രമായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് നിലവിൽ 24 സ്പോക്കുള്ള ചക്രത്തെ നമ്മൾ എന്തായി കണക്കാക്കുന്നത്? അശോക ചക്രമായി കണക്കാക്കുന്നത്. ഓക്കെ. Yes, sir. മുന്നോട്ട് പോവാം. യെസ്. On July 22, 1947, India's Constituent Assembly approved the country's national flag design. സ്വാഭാവികമായിട്ടും ഒരു സംശയം കാണാം. 1947 ഓഗസ്റ്റിനാണല്ലോ നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നത്. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഡേറ്റ് ആണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? 1946 ഡിസംബർ 9. ഡിസംബർ 6 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഫസ്റ്റ് മീറ്റിംഗ് ഓൺ ഡിസംബർ 9. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഡിസംബർ 6. ഫസ്റ്റ് മീറ്റിംഗ് ഓൺ ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ ആയിരുന്നു ഈ ഡിസംബർ 9നും ഡിസംബർ 10നും 11നും എന്തായി ആക്ട് ചെയ്തത്? പ്രിസൈഡിംഗ് ഓഫീസറായി ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡിസംബർ 11ന് സംഘടിപ്പിച്ച ഒരു ഇലക്ഷനിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എലക്ടഡ് ആസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ. അപ്പോൾ ഡിസംബർ 6ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗ് ഓൺ ഡിസംബർ 9 കേട്ടോ. ഓക്കെ, അതിൽ ക്ലാരിറ്റി ഒന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന നാഷണൽ ഫ്ലാഗ്. കറക്റ്റ് വേ ടു ഫോൾഡ് ദ നാഷണൽ ഫ്ലാഗ്. നിങ്ങൾ ആരെങ്കിലും അമൃത്സറിൽ പോയിട്ടുണ്ടോ? വാഗ ബോർഡറിൽ പോയിട്ടുണ്ടോ? No, sir. ഓക്കെ, പോകാൻ താല്പര്യമുണ്ടോ? യെസ് സാർ. Yes, sir. നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഡൽഹിയിലേക്ക് ടൂർ കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായിട്ടും അമൃത്സറിലെ നമ്മുടെ ജാലിയൻ വാലാബാഗും ഗോൾഡൻ ടെമ്പിളും അതിനടുത്തുള്ള ഈ അഡാരി വാഗ ബോർഡറും നിങ്ങൾ നിർബന്ധമായിട്ട് സന്ദർശിക്കാൻ കോളേജിൽ നിന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ കോളേജ് ഞാൻ വാഗ ബോർഡറിനെ കുറിച്ച് പറയാൻ കാരണം എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഈ വാഗ ബോർഡർ തുറക്കാറും ദെൻ അടക്കാറുമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗുമായി ഇന്ത്യൻ പട്ടാളക്കാരും ദെൻ പാകിസ്ഥാൻ ഫ്ലാഗുമായി അവിടുത്തെ റേഞ്ചേഴ്സും, പാകിസ്ഥാൻ പട്ടാളക്കാർ പറയുന്ന ഒരു പേരാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അവരും ഈ നാഷണൽ ഫ്ലാഗ് കൊണ്ടുപോയി ദെൻ അത് റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രത്യേക പ്രൊസീജിയേഴ്സ് എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഈ വാഗ ബോർഡർ ഓപ്പൺ ചെയ്യാറുണ്ട്, ദെൻ അതിനുശേഷം അടക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും കോളേജിൽ നിന്നൊക്കെയുള്ള ടൂർ വരുന്ന സമയത്ത് നിങ്ങൾ ഡൽഹി സന്ദർശിക്കുന്ന സമയത്ത് അമൃത്സറും ഈ ജാലിയൻ വാലാബാഗും ദെൻ അതോടൊപ്പം തന്നെ അഡാരി വാഗ ബോർഡറും സന്ദർശിക്കാം. അപ്പോൾ കറക്റ്റ് വേ ടു ഫോൾഡ് ദ നാഷണൽ ഫ്ലാഗ് ജസ്റ്റ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, 3, 4 ഒക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടു കാണും. അടുത്തതായി നാഷണൽ എംബ്ലം.
നാഷണൽ എംബ്ലം. അപ്പോൾ നമ്മൾ പറഞ്ഞു നാഷണൽ എംബ്ലത്തിൽ സിംഹത്തെ ഉൾപ്പെടെ മറ്റു പല ആനിമൽസും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൽ കൊടുത്ത് കാണാൻ നിൽക്കുന്നു, നോക്കട്ടെ. The bull, horse, 4 Asiatic lions, then Dharmachakra, symbol of Buddhist Dharmachakra, 24 spokes, then Mundaka Upanishad, 4 Asiatic lions, symbolizing power, courage, confidence and pride. ഓക്കെ, അപ്പോൾ സിംഹത്തെ കൂടാതെ ബാക്കിയുള്ള ആനിമൽസ് ആണ് ബുൾ ആൻഡ് ഹോഴ്സ്. ഇതിന്റെ ഒറിജിനൽ നാഷണൽ സിംബൽസിൽ ഞാൻ മറ്റു 2 ആനിമൽസും കൂടി ഉണ്ടായിരുന്നു, ഇപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഈ ബുൾ, ഹോഴ്സ് ഇതിനെ കൂടാതെ തന്നെ എലഫന്റും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എലഫന്റ്, ആന. പക്ഷെ നമുക്ക് ഇതിൽ കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് 3 ലൈൻസിനെ ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിലായി ഒരു ലൈനും കൂടി ഉണ്ട്. നമുക്കൊരു 2D ചിത്രം മാത്രമാണ് കാണുന്നത്. പക്ഷെ 3D ആണെങ്കിൽ യഥാർത്ഥത്തിൽ 4 സിംഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 4 ഭാഗങ്ങളിലായി, നോർത്ത് സൗത്ത് ദെൻ ഈസ്റ്റ് വെസ്റ്റ് ആയി എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ഷനിൽ നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ ബുൾ, ഹോഴ്സ്, അതിൽ തന്നെ ഇതിന്റെ ബാക്കിലും 2 ആനിമൽസ് ഉണ്ട്. ആരൊക്കെ? ഒരു ലയണും ഉണ്ട്, ഒരു എലഫന്റും ഉണ്ട്. അപ്പോ നമ്മുടെ അശോക സ്തംഭത്തിൽ ഏതൊക്കെ മൃഗങ്ങളാണുള്ളത്? ലയൺ ഉണ്ട്, ബുൾ, ഹോഴ്സ് ആൻഡ് എലഫന്റ്. ബുൾ, ഹോഴ്സ് ആൻഡ് എലഫന്റ്. മനസ്സിലായോ? നമ്മൾ ഒരു 2D പിക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ 3 സിംഹത്തെ മാത്രമേ കാണുന്നുള്ളൂ, അതോടൊപ്പം തന്നെ ബുള്ളിനെയും ഹോഴ്സിനെയും കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പിറകിലും നമ്മൾ ഒറിജിനൽ അശോക സ്തംഭത്തിൽ ഇതിന്റെ പിറകിൽ ഒരു സിംഹം കൂടിയുണ്ട്. അതിന്റെ താഴെ ഈ വീലിൽ ഏതൊക്കെ മൃഗങ്ങളും കൂടിയുണ്ട്? എലഫന്റും ഉണ്ട്, ഒരു ലയനും കൂടിയുണ്ട്. ഓക്കെ, the Indian national emblem was accepted on 26 January 1950. It was designed by Madhav Sahni. അത് ഓൾറെഡി ഉള്ളത് ഒന്ന് ഡിസൈൻ ചെയ്ത് ഇതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു നാഷണൽ എംബ്ലം എന്ന് ആക്കിയ വ്യക്തിയായിരുന്നു മാധവ് സാഹ്നി. ഇറ്റ് ഈസ് an adaptation from Sarnath, lion capital of Ashoka. There is a guiding principle here is Satyamev Jayate. ഞാൻ നേരത്തെ പറഞ്ഞു സത്യമേവ ജയതേ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? മുണ്ടകോപനിഷത്ത് നിന്നായിരുന്നു നമ്മളിത് കടമെടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയുള്ള ആ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്, the words Satyameva Jayate from Mundaka Upanishad are inscribed below the abacus in Devanagari script. An abacus has 4 lines. Then abacus has 4 Asiatic lines standing back to back on it. Then ഈ ഒരു സാരനാഥ് എന്ന് പറയുന്നത് വാരണാസിയിലാണ്, ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. നമുക്ക്
ഈ ഒരു നാഷണൽ എംബ്ലം സാരനാഥിലെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക ഇത് അനർത്ഥം ചെയ്ത വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടാം. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഓർട്ടലാണ് ഇത് എന്ത് ചെയ്തത്, അനർത്ഥം ചെയ്തത്. ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഓർട്ടലാണ് ഈ ഒരു അശോകയുടെ ക്യാപിറ്റൽ സാരനാഥിലുള്ള ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അനർത്ഥം ചെയ്തത്. പിക്ചറിൽ കാണുന്നുണ്ടോ? കാണാമോ? Yes, ബുദ്ധിസ്റ്റ് sir. ആൾക്കാർ ഇങ്ങനെ ഇതിങ്ങനെ എക്സ്കവേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അശോകന്റെ പില്ലർ. Yes, sir. വലിയൊരു പില്ലർ ആയിരുന്നത്, പക്ഷെ കാലക്രമേണ പൊടിഞ്ഞില്ലാതായിട്ടാണ് പല സംഭവങ്ങളും കാണാം. ഓക്കെ, അപ്പോ ഈ ഒരു അശോകന്റെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എക്സ്കവേറ്റ് ചെയ്ത വ്യക്തിയാണ് ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഓർട്ടൽ. The story of state emblem of India, Ortal's discovery of Ashoka's lion capital and Dinanath Bhargava who put it on in our constitution. അപ്പോൾ നാഷണൽ സിംബൽസിനെ കുറിച്ച്, നാഷണൽ എംബ്ലത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ടീംസിൽ വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. The national motto of India, Satyameva Jayate, inscribed below the emblem of India is taken from. Mundaka Upanishad. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ, ഒന്ന് വായിച്ചു നോക്കി. All of the above. Yes, all of the above അല്ലേ? എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്? The national flag was designed by Pingali Venkaiah. ശരിയല്ലേ? ശരിയാണ്. It was adopted by on July 22nd, 1947. ശരി. The ratio of flag width 2 ആണ്, then length 3. അത് കൃത്യമായിട്ട് നോക്കണം കേട്ടോ, ഇത് നേരെ തിരിച്ച് തരാൻ സാധ്യതയുണ്ട്. ഇതും ശരിയാണ്. സോ ആൻസർ ഈസ് all of the above. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Consider following statements. Sir, all of the above. ക്വസ്റ്റ്യൻ നോക്കില്ല. Sir, none. Option C. എന്തുകൊണ്ടാണ് all of the above അല്ലാത്തെ? ക്വസ്റ്റ്യനിൽ ഫാൾസ് ആണ് വെച്ചേക്കുന്നത്. Yes. Consider following statements. The state emblem is an adaptation of Saranath lion capital of inscription ആണ് full form. The word Satyameva Jayate is inscribed on abacus in Devanagari script. Yes, Devanagari script ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. The word Satyameva Jayate were taken from Mundaka Upanishad. എല്ലാം ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ which of the above are false. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ സി, none of the above. എന്താണ് ആൻസർ? അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ആൻസർ? നാഷണൽ ആന്തത്തെ കുറിച്ചാണ് അല്ലേ? Consider following statements. National anthem was composed by Rabindranath Tagore. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. No, sir. രവീന്ദ്രനാഥ് ടാഗോർ ആണ് നാഷണൽ ആന്തം കമ്പോസ് ചെയ്ത വ്യക്തി. ഇദ്ദേഹം കമ്പോസ് ചെയ്ത വേറെ രാജ്യത്തിന്റെ നാഷണൽ ആന്തം ഉണ്ട്. ഏത് രാജ്യത്തിന്റെ? ബംഗ്ലാദേശ്. യെസ്, ബംഗ്ലാദേശിന്റെ ബംഗ്ല.
അമർ സോണർ ബംഗ്ല, അതും കമ്പോസ് ചെയ്ത വ്യക്തി രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ദെൻ സെക്കൻഡ്, അതിനെ കുറിച്ച് ആർക്കെങ്കിലും ധാരണയുണ്ടോ? ഇനി ഇൻഫർമേഷൻ? സർ ഇത് ട്രൂ അല്ലേ? ഇതും ശരിയാണ് കേട്ടോ. 1911 ആ സമയത്താണ് ഫസ്റ്റ് കൽക്കട്ട സെഷനിലാണ് INC-യുടെ ഫസ്റ്റ് കൽക്കട്ട 1911 സെഷനിലാണ് ഇത് ആദ്യമായി ആലപിക്കുന്നത്, ഫസ്റ്റായി ആലപിക്കുന്നത്. The complete song consisting of 6 stanzas. Is it right or wrong? Sir, wrong. Why? 5 stanza. 5 Five. stanzas. Correct. Correct. 5 stanzas ആണ് ഉള്ളത്. 5 stanzas ആണ്. The complete song consisting of 5 stanzas. So that's why this statement is wrong. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? Which is false. Which of the above are false? നമ്മുടെ ആൻസർ Option C. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. വാസാണ്. Consider following statements. Vande Mataram was composed by ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ? അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ഉപാധ്യായ്. ഈ രണ്ട് പേരിലും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഇൻ സംസ്കൃത്. നമുക്കറിയേണ്ടത് സംസ്കൃതിലാണോ? അതെ. നാഷണൽ ആന്തം ഏത് ലാംഗ്വേജിലായിരുന്നു? നാഷണൽ ആന്തം ടാഗോർ ഏത് ലാംഗ്വേജിലാണ്? ബംഗാളി. ബംഗാളി ലാംഗ്വേജിലായിരുന്നു എന്ത് ചെയ്തത്, ആദ്യമായി കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ആര് ചേഞ്ച് ചെയ്തു? നാഷണൽ ആന്തം ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്ത വ്യക്തി ആരായിരുന്നു അറിയോ? മഹാദേവ ദേശായി ആണോ? അല്ല, ടാഗോർ തന്നെ കേട്ടോ, ടാഗോർ തന്നെ. പക്ഷെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, ഒരു ആർമി ഓഫീസറാണ്. അത് ടാഗോർ അല്ല കേട്ടോ, ഒരു ആർമി ഓഫീസറായിരുന്നു. നമുക്കത് നോക്കാം, ആരാണ് ഹിന്ദിയിലേക്ക് നാഷണൽ ആന്തം തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നാരും നോക്കാം. അപ്പോൾ വന്ദേ മാതരത്തെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് നോക്കാം. നിങ്ങൾ പറ, വന്ദേ മാതരം ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. അഭിഷേക് പറ്റുമോ? പാടാമോ? തേയ, അനുപമ, ആർക്കെങ്കിലും പാടാമോ? ഓക്കെ, ഞാൻ കുറച്ച് പാടാം കേട്ടോ, കുറച്ച് പാടാം. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യ
ശ്യാമളാം മാതരം വന്ദേ മാതരം. ചെറുതായിട്ട് ഫസ്റ്റ് സ്റ്റാൻസ് മാത്രമേ പാടിയുള്ളൂ. ബാക്കി കുറച്ച് കടുകട്ടി വാക്കുകളായതുകൊണ്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ബാക്കി ഞാൻ പാടാം. കാരണം നാഷണൽ ആന്തത്തെ കുറിച്ച് ആന്തം നമ്മൾ ഡെയിലിയെങ്കിലും നമ്മൾ സ്കൂളിൽ ആലപിക്കാറുണ്ട്. പക്ഷേ മറ്റ് ആളുകൾ കുറച്ച് ഫെമിലറൈസേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ ഈക്വൽ സ്റ്റാറ്റസ് ആണ് നാഷണൽ ആന്തത്തിനും നാഷണൽ സോങ്ങിനുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈക്വൽ സ്റ്റാറ്റസ് ആണ് നാഷണൽ ആന്തത്തിനും നാഷണൽ സോങ്ങിനും കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം നാഷണൽ ആന്തത്തെ കുറിച്ച്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. പറ. വന്ദേ മാതരം വാസ് കമ്പോസ്ഡ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ സാൻസ്ക്രിറ്റ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓൺ ഡേറ്റ് ഏതായിരുന്നു? ജനുവരി 24. ജനുവരി 24, 1950. ശരിയാണോ? Yes, sir. January 24, 1950. ശരിയാണ്. ഇറ്റ് ഹാസ് ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് ജനഗണമന. ശരിയാണോ? Yes, sir. ശരി. ഇറ്റ് ഹാസ് ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് ജനഗണമന. വിച്ച് ഓഫ് ദി എബോവ് ആർ ട്രൂ? ക്വസ്റ്റ്യൻ ട്രൂ എന്നതാണ്. എന്താണ് ആൻസർ? നമ്മുടെ ആൻസർ എന്താണ്? All of the above. All of the above. All of the above. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. പാന്തേര ടൈഗ്രിസ് നാഷണൽ ആനിമൽ. പാവോ ക്രിസ്റ്റാസ്റ്റസ്. Sir, option D. ഓപ്ഷൻ D ആണോ? യെസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫോൾസ് ആണ് അല്ലേ? ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താ കാരണം? എല്ലാം ശരിയല്ലേ? പാന്തേര ടൈഗ്രിസ് എന്ന് പറയുന്നത് നമ്മുടെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ആണ്. റോയൽ ബംഗാൾ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ആണ് പാന്തേര ടൈഗ്രിസ്. ഇന്ത്യൻ പീകോക്കിന്റെ സയന്റിഫിക് നെയിം ആണ് പാവോ ക്രിസ്റ്റാറ്റസ്. ദെൻ ലോട്ടസ് ഈസ് നാഷണൽ ഫ്ലവർ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, അപ്പോ ഇന്ന് 8 o'clock ആയി. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നാഷണൽ സിംബൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോരെ? Okay, sir. ഓക്കെ. Okay, sir. Okay, sir. ഓക്കെ, ഗുഡ് നൈറ്റ് everyone. Thank you, sir. Good night. Thank you, sir. Good night. Night, sir. Good night. Good night. Thank you, sir. Okay. Thank you, sir. Welcome. Sir, good night. Thank you, sir. Good Thank you, night. sir. Good night.